ശ്രീലേഖ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുന്നത്. നാളെ എങ്ങനെയാണ് വോട്ടിംഗ് ചെയ്യേണ്ടത്, മേയർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കൗൺസിലർമാർ പങ്കെടുക്കേണ്ടത് അടക്കമുള്ള ക്ലാസ് നൽകുന്നതിന് വേണ്ടിയാണ് വിജയിച്ച കൗൺസിലർമാരെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എന്തായാലും ആർ ശ്രീലേഖ കൂടി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അന്തിമ തീരുമാനം VV രാജേഷിലേക്ക് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. റീന തുടരുക. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ആർ ശ്രീലേഖ കൂടി BJP ഓഫീസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കൗൺസിലർമാരുടെ യോഗം അവിടെ നടക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആർ ശ്രീലേഖ കൂടി എത്തുന്നത്. റീനു തുടരുന്നു. റീനു, ഈ പ്രചാരണ സമയത്ത് തന്നെ ഉയർന്നു കേട്ട പേരാണ് VV രാജേഷിന്റേത്. മേയർ എന്ന രീതിയിലേക്ക് മേയർ സ്ഥാനാർത്ഥിയായി വരുന്നു, അല്ലെങ്കിൽ BJP അവിടെ ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ VV രാജേഷ് ആയിരിക്കും മേയർ ആവുക എന്നൊക്കെയുള്ള ചില പ്രത്യക്ഷമായിട്ടും അല്ലെങ്കിൽ പരോക്ഷമായിട്ടും ഒക്കെ അത്തരം പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് ഈ രീതിയിൽ മേയർ എന്ന ഒരു സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയെ കൂടി പരിഗണിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ വലിയ അട്ടിമറി വിജയം, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിലൊന്ന്, അത് BJP അത് നോക്കിക്കാണുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് ദേശീയ തലത്തിൽ പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ആ രീതിയിലുള്ള പ്രതികരണം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ നടത്തുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് പിന്നാലെ പിന്നെ എവിടെയാണ് ഇങ്ങനെ ഒരു തർക്കം ചെറുതായെങ്കിലും ഉണ്ടായത്? അതിന് കാരണം എന്തായിരുന്നു? അത്തരം കാര്യങ്ങൾ കൂടി പാർട്ടി പരിശോധിക്കുന്നുണ്ടോ റീനു? ആദ്യഘട്ടത്തിൽ ആർ ശ്രീലേഖയും VV രാജേഷും തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്നവർ എന്ന് തന്നെയാണ് BJP ഒരു ധാരണയിൽ എത്തിയത്. ഏറ്റവും ഒടുവിൽ അത് സംസ്ഥാന നേതൃത്വവും കടന്ന് കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണ് ആർ ശ്രീലേഖ, കാരണം ഒരു DGP ആണ്, റിട്ടയർഡ് DGP കൂടിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നൊരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ജനങ്ങളുമായി ഇടപഴകി വിജയത്തിലേക്ക് എത്തിയവരാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, കാര്യം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ആർ ശ്രീലേഖ, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് BJP തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചതും. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ BJPയുടെ മേയറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ ആ സാഹചര്യം മുതൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള VV രാജേഷിനെ ഒഴിവാക്കുന്നതിൽ ജില്ലാ ഘടകത്തിൽ അടക്കം വലിയ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഒപ്പം മുരളീധര പക്ഷം VV രാജേഷിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൽ കുമ്മനം രാജശേഖരൻ വഴി ഒരു ഇടപെടൽ നടന്നു എന്നുള്ള വിവരമൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ഇടപെടൽ വന്നതോടു കൂടിയാണ് എന്തുകൊണ്ട് VV രാജേഷിനെ ഒഴിവാക്കുന്നത് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് നേതൃത്വം പോകുന്നത്. കാരണം ആർ ശ്രീലേഖയെ പെട്ടെന്ന് മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ BJPയുടെ ജില്ലാ ഘടകത്തിലും അണികൾക്കിടയിലും ഇത്രയും നാൾ BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളെ ഒഴിവാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ജില്ലാ നേതാക്കൾ നേരിട്ട് ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ആർ ശ്രീലേഖ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.